എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺബോക്സിങ് ഓഫ് നമ്മുടെ പുതിയ ഐഫോൺ 12 പ്രോ. മെയിൻ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ കൂടി ഇപ്രാവശ്യം ചാർജറും ഇല്ല, ഇയർഫോണും ഇല്ല. അപ്പം മൊത്തത്തിൽ വെയിറ്റ് കുറഞ്ഞു. പല പല കാര്യങ്ങളാണ് ആപ്പിൾ പറയുന്നത്. പല ന്യായീകരണങ്ങളാണ് ഇത്രയും സംഭവങ്ങൾ തരാത്തതിന്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ ഫോൺ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആ പീസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഐഫോൺ 12 പ്രോ. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ബോക്സ് വലുതാണെങ്കിലും അധികമൊന്നും ഇല്ല. ദാറ്റ്സ് ഇറ്റ്. ഇതുള്ളൂ നമുക്ക് തരാനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ ബോക്സ്. ഇപ്പോൾ ഉണ്ടോ, തിക്നെസ് ഓൾമോസ്റ്റ് അതിൻ്റെ പകുതിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൊള്ളാം. ഗോൾഡാണ് കളറാണ് ഐഫോൺ 12. പഴയ ഫോണിൻ്റെ പോലെ തന്നെ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ ആൻഡ് അസംബിൾഡ് ഇൻ ചൈന. അപ്പോൾ ഈ ഫോണ് ചൈനയിലാണ് അസംബിൾ ചെയ്തത്. പക്ഷേ ഐഫോൺ 11ഉം 12ഉം ഇനിയുള്ള പുതിയ മോഡൽസും ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനായിട്ടുള്ള പ്ലാനുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഈ ഐഫോൺ 12 പ്രോ 4 ഡിഫറെൻറ്റ് കളറിലാണ് വരുന്നത്. ഒന്ന് ഗോൾഡ്, അടുത്തത് സിൽവർ, പിന്നെ ഗ്രാഫൈറ്റും പസഫിക് ബ്ലൂ ഇതുവരെ ഇല്ലാത്തൊരു കളറാണ്. ഇത് ഓപ്പൺ ചെയ്യാം. സംഭവം കൊള്ളാം. സംഭവം ഒറ്റ നോട്ടത്തിൽ തന്നെ സംഭവം ഫോണിൽ ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ലല്ലോ. ഇതാണ് പേട സാധനം. ചാൻറ്റാമ്പ കിടിലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം. വേറെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് റിമൂവ് ദിസ് ഗൈ. വൗ, എന്താണെങ്കിലും എനിക്കോ പൈസയ്ക്ക് മുതലായി. കാണുമ്പോൾ തന്നെ ഒരുമാതിരി ഒടുക്കത്തെ ലുക്കാണ്. അപ്പോൾ സിൽവറും ഗ്രാഫൈറ്റും ഗോൾഡും പസഫിക് ബ്ലൂ ആണ് മെയിനായിട്ട് ആ 4 ഡിഫറെൻറ്റ് കളർ. പക്ഷെ ഗ്ലേസിംഗ് ഒക്കെ ഒരു അമ്മാതിരി ലുക്കാട്ടാ. 3 ക്യാമറ, ലിഡാർ സെൻസർ എല്ലാം ഉണ്ട്. അപ്പോൾ ഭയങ്കര സംഭവമൊക്കെയാണ്. അത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമുക്ക് സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പഴയതുപോലെയല്ല. മറ്റേ റൗണ്ട് കോർണർ ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലിപ്പാവാനായിട്ട് ചാൻസ് കുറച്ച് കൂടുതലാണ്. ഇതാകുമ്പോൾ നല്ല ഫിനിഷിംഗ് ആണ്. കയ്യിൽ കുറച്ച് ഇരിക്കും, പെട്ടെന്ന് തെന്നിപ്പോവില്ല. പിന്നെ അതിൻ്റെ അകത്ത് എന്തുള്ളത് നോക്കാം. ചാർജറിൻ്റെ പേരിൽ ആകെയുള്ളൊരു സംഭവമാണ് നമുക്കിത്. ഇതാണ് മറ്റേ C ടൈപ്പ് ടു ലൈറ്റ്നിങ് കേബിൾ. ഓക്കെ, ചാർജറില്ല. ചാർജർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സംഭവമുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് മാനുവലാണ്. അപ്പോൾ ഇതെങ്ങനെ തുറക്കണ്ടേ? മാനുവലിൻ്റെ കൂടെ ഒറ്റ സ്റ്റിക്കറേ ഉള്ളൂ. നേരത്തെ രണ്ട് സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും 2 കൂടുതൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. വളരെ ചെറിയൊരു മാനുവലും പിന്നെ സിമ്മ് മാറ്റാനായിട്ടുള്ള ഈ സംഭവമുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ബോക്സിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവർ പറയുന്ന പോലെ എൻവയോൺമെൻറ്റിന് ഭീഷണിയായിട്ടുള്ള ഒരു സാധനം അനാവശ്യമായിട്ടില്ല. എല്ലാതും പ്രശ്നമുണ്ടെങ്കിൽ കൂടി. അപ്പോൾ പക്ഷെ എന്നാൽ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ചാർജറും കൂടി എക്സ്ട്രാ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് ഞാൻ ഇതിനൊന്ന് ഓണാക്കി നോക്കട്ടെ. ഏതാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ. ഓക്കെ, ചാർജ് ഉണ്ടാവുമല്ലോ. യെസ്, ഫോൺ ഓണാവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സിറാമിക് ഷീൽഡാണ് ഫ്രണ്ട് ഗ്ലാസ്. സിറാമിക് ഷീൽഡ് അത് സ്ട്രോങ് ആയിരിക്കും. പിന്നെ മാറ്റ് ഗ്ലാസ് ബാക്കാണ്. അതാണ് ഇത്. മാറ്റ് ഫിനിഷാണ് ഗ്ലാസ്. അപ്പോൾ ഫോൺ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ 12 പ്രോ വരുന്നത് 128 GB, 256, 512 എന്ന 3 സൈസിലാണ് വരുന്നത് കപ്പാസിറ്റി. പിന്നെ സൈസ് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 6.1 ഇഞ്ചാണ് കോർണർ. അത് പഴയ മോഡലിനേക്കാളും പ്രോനേക്കാളും ലേശം വലുതാണ്. അതുപോലെ 189 ഗ്രാംസ് വെയിറ്റ്. ഓക്കെ, അങ്ങനെയാണ് ഡിസ്പ്ലേ വരുന്നത്. സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ.
അതാണ് ഡിസ്പ്ലേയിലുള്ളൊരു വ്യത്യാസം വരുന്നത്. പിന്നെ പഴയ പോലെ തന്നെ OLED ഡിസ്പ്ലേ ആണ്, റെസൊല്യൂഷൻ കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുന്നത് ചിപ്പ് A14 ബയോണിക് ചിപ്പാണ് ഇതിൽ iPhone 12 യൂസ് ചെയ്തത്. പുതിയ ഐഫോൺ സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ iPhone X എന്ന ഇതിൽ പുതിയതിലോട്ട് 12 പ്രോയിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒരു സംഭവം നോട്ടീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇതാണ് ലൈറ്റ്നിങ് കേബിൾ, C ടൈപ്പ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പെട്ടെന്ന് ഞാൻ ആലോചിക്കായിരുന്നു, നമുക്കിപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് C പോർട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരുമാതിരി കാറുകളിലൊന്നും ഇല്ല ഇപ്പോൾ ഓൾറെഡി. ഇനി ഇത് പുതിയത് വന്നിട്ട് വേണം, പുതിയ കാറുകൾ വന്നിട്ട് വേണം. അതല്ലെങ്കിൽ നമ്മളൊരു കണക്ടർ യൂസ് ചെയ്യാണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉപയോഗിക്കാനില്ല. ഇപ്പോൾ C ടൈപ്പ് ഔട്ട് എന്ന് പറയുന്നില്ല, C ടൈപ്പ് ഇന്നുണ്ട് ഇപ്പോൾ ചില ലാപ്ടോപ്പുകൾക്ക്, ഡെല്ലിൻ്റെ ലാപ്ടോപ്പുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെനിക്ക് എന്താണെങ്കിലും എനിക്കിപ്പോൾ ഒരു ചാർജർ വാങ്ങിക്കാണ്ട് എനിക്കിപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി കാറിൽ പോകുമ്പോൾ അതിന് വേറെ കണക്ടർ വാങ്ങിക്കണം. അപ്പോൾ മൊത്തം ഇതൊരു വലിയൊരു ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കിനി അപ്പോൾ നമ്മൾ അൺബോക്സിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫോൺ സെറ്റപ്പ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ പഴയ ഫോൺ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പഴയ ഫോണിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫറും സെറ്റിംഗ് അപ്പൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാണ് പുതിയ വ്യൂ 12 പ്രോൻ്റെ ഗോൾഡ്. അപ്പോൾ സെറ്റിംഗ് അപ്പ് വളരെ സിമ്പിളാണ്. അപ്പോൾ സെറ്റിംഗ് അപ്പ് വളരെ സിമ്പിളാണ്. നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു. ഇതാണ് എൻ്റെ പഴയ ഐഫോൺ. അപ്പോൾ ഇതിൽ നിന്ന് ഡാറ്റ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇത് എനിക്ക് ഇറേസ് ചെയ്യണം, ട്രേഡിങ് ചെയ്യുകയോ വേറെ ആർക്കെങ്കിലും കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നമ്മൾ പഴയ ഐഫോൺ അടുത്ത് വെച്ചിട്ട് iCloudൻ്റെ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കോപ്പി ചെയ്യും. ഇപ്പോൾ എനിക്കൊരു 120 ഓൾമോസ്റ്റ് 100 GB ഡാറ്റ ഉണ്ടായിരുന്നു. അതിനൊരു 40 മിനിറ്റ്സ് ആണ് ഇത് സെറ്റപ്പ് ചെയ്യാനെടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞാൽ സംഭവമൊക്കെ പിന്നെ പുതിയ സിമ്മാണ്, പഴയ സിം വർക്കാവില്ല. അപ്പോൾ 5Gയുടെ സിം വേണം. ആ സിം വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്ത് അതിപ്പോൾ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൺ നമുക്ക് ട്രേഡിങ് ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇറേസ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ന്യൂ ഫോണായി കിട്ടും. ഈ സംഭവം ഡാറ്റ കംപ്ലീറ്റ് പോയി, നമ്മുടെ ഡാറ്റ എല്ലാം കംപ്ലീറ്റായി പുതിയ ആൾക്ക് പുതിയ iCloud ഡാറ്റ വെച്ച് ഐഡിയും പാസ്വേഡും വെച്ചിട്ട് പുതിയ ആൾക്ക് സെറ്റപ്പ് ചെയ്യാം ഈ ഫോൺ. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പോൾ iOS 14 ഫീച്ചേഴ്സ്. കുറേ പുതിയ ബ്ലോഗ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് വയ്ക്കാം സംഭവങ്ങൾ. അപ്പോൾ ഐഫോൺ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു, സെറ്റപ്പ് കഴിഞ്ഞു, ഓക്കെ, അൺലോക്കായി. ഇപ്പോൾ ഇതാണ് പുതിയ ഫോൺ, റെഡി ടു യൂസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. നല്ല നല്ല വീഡിയോസ് ഞാൻ ട്രൈ ചെയ്യാം അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീഡിയോ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.